എല്ലാവരും CPO പരീക്ഷയുടെ അവസാന ഘട്ട തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് BNS കുറച്ചൊന്ന് പഠിച്ചിട്ട് പോയാലോ? കുറച്ച് കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്താലോ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മളിതാ പഠിക്കാനായിട്ട് പോകുന്നത് ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് സെക്ഷൻസ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന കോഡുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്കറിയാം എന്താണ് മക്കളെ ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായിട്ട് കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഏത്? BNS എന്ന് പറയുന്നത് അല്ലെ? IPC എന്ന് പറയുന്നത് 1860 പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്താണ് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകമായിരുന്നു ഏത്? ഈ ഒരു IPC ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. വർഷം 1860 ആണ് ഇത് നിലവിൽ വന്നത്. IPC നിലവിൽ വരുന്നത് 1862 ജനുവരി മാസം 1-ാം തീയതി ആയിരുന്നു അല്ലെ? സോ അന്നത്തെ കാലത്തെ സിറ്റുവേഷൻ ആണോ ഇന്ന് ഈ 2025 സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അതിനകത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും അതിനുള്ള ശിക്ഷകളും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ അളവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ആയപ്പോൾ തന്നെ എന്താ ചെയ്യുന്നുണ്ട്? അത്തരത്തിൽ അത് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറെ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ടും ഉണ്ടാകുന്നുണ്ട്. സോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു മാറ്റം ഈ നിയമത്തിൽ കൊണ്ടുവരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ BNS അഥവാ ഭാരതീയ ന്യായ സംഹിത എന്നുള്ള ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. വർഷം ഏതാണ്? 2023 ഇത് പാസ്സാക്കുന്നത്. സോ വർഷം ഓർത്ത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കുറെ എന്താണ് പ്രവർത്തികൾ, കുറ്റകൃത്യങ്ങളായിട്ടുള്ള പ്രവർത്തികളാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സാധാരണ പ്രവർത്തികളുണ്ട്. അത് ആരെയും ദോഷം ചെയ്യാത്ത രീതിയിലുള്ള നമ്മുടെ ആവശ്യത്തിനൊക്കെ ചെയ്യുന്ന കുറെ പ്രവർത്തികളുണ്ട്. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതല്ലാതെ പിന്നെ എന്താണ് ഇതിനകത്ത് വരുന്നത്? നമ്മൾ ചെയ്യുന്ന കുറ്റകരമായിട്ടുള്ള പ്രവർത്തികൾ, ഒരാളെ അടിക്കുന്നു, ഒരാളുടെ തല തല്ലി പൊളിക്കുന്നു, ഇതൊക്കെ എന്താണ്? കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളാണ് അല്ലെ? അപ്പൊ ഈ ബുക്കിനകത്ത് നിറച്ചും എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? കുറേ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളും അതിന് എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് എവിടെ എഴുതി വച്ചിരിക്കുന്നത്? അന്നത്തെ IPCയിൽ ഇന്നത്തെ BNSൽ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് മക്കളെ ഈ ഒരു BNS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റകരമാകുന്ന പ്രവർത്തികളും അവയ്ക്കുള്ള ശിക്ഷകളും മാത്രമാണ്. അതിനകത്ത് ഫുൾ എന്താണ്? കുറ്റകരമാണ് ആയിട്ടുള്ള പ്രവർത്തികൾ, ഇന്ന കാര്യങ്ങൾ, ഇതിനുള്ള ഇത്ര ശിക്ഷ കൊടുക്കണം, ഇന്ന ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓരോ സെക്ഷനുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ BNS എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആദ്യമേ ആ ഒരു ഡെഫിനിഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു BNS IPCയിൽ നിന്ന് മാറി കുറെ സെക്ഷനുകളൊക്കെ എടുത്തു കളഞ്ഞു, കുറെ സെക്ഷനുകളൊക്കെ കൂട്ടിച്ചേർത്ത് പുതിയ ശിക്ഷകളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റഡ് ഫോം ഉണ്ടല്ലോ, IPCയുടെ ഒരു അപ്ഡേറ്റഡ് ഫോം എന്നാണ് ലോക്സഭയിൽ ആദ്യം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ്? 2023 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഡേറ്റ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 2023 ഓഗസ്റ്റ് 11-നാണ്. പക്ഷേ അതിനകത്ത് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ലോക്സഭയിൽ ചർച്ചകൾ വരികയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളോടുകൂടി വീണ്ടും എന്ത് ചെയ്യുന്നു? 2023 ഡിസംബർ 12-ന് എന്ത് ചെയ്യുകയാണ്? വീണ്ടും അവതരിപ്പിക്കുകയാണ്. അപ്പൊ ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് ആദ്യം അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് മാസം 11-നും രണ്ടാമതായിട്ട് അവതരിപ്പിക്കുന്നത് 2023 ഡിസംബർ 12-നുമാണ്. ഈ അവതരിപ്പിച്ച ആ ഒരു ബില്ല് എന്ത് ചെയ്യുന്നു? ലോക്സഭ പാസ്സാക്കുന്നത് ഏത് ഡേറ്റിലാണ്? 2023 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. മനസ്സിലായോ? ലോക്സഭ എന്നാണ് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ 2023 ഡിസംബർ 20-ാം തീയതിയാണ് പാസ്സാക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചത് അവതരിപ്പിച്ച ഡേറ്റ് ആയിരുന്നു. ആദ്യം അവതരിപ്പിച്ചത്, രണ്ടാമത് അവതരിപ്പിച്ചത്. ഓക്കെ, ഇതെന്ത് ചെയ്തതാണ്? ലോക്സഭ പാസ്സാക്കിയ ഡേറ്റ് ആണ് ഡിസംബർ 20. പഠിച്ചു വെച്ചേക്കണേ. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? രാജ്യസഭയിൽ കൊടുക്കുന്നു. രാജ്യസഭ അതെന്നാണ് പാസ്സാക്കുന്നത്? തൊട്ടടുത്ത ദിവസം ഡിസംബർ
21-നാണ് എന്ത് ചെയ്യുന്നത്? 2023 തന്നെയാണ്. 2023 ഡിസംബർ 21-ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യസഭ പാസ്സാക്കുന്നു. അതിനുശേഷം ദാ ശ്രദ്ധിച്ചിരിക്കുക, എന്നാണ് BNSൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതെന്ന് ചോദിച്ചാൽ 2023 ക്രിസ്മസ് ദിവസമാണെന്ന് ഓർത്തിരിക്കുക. 2023 ഡിസംബർ 25-നാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ഇതിനകത്ത് ഒപ്പുവെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ഈ BNS ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? നിയമമായിട്ട് മാറുന്നത് അല്ലെ. അപ്പം ബില്ല് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് അമിത് ഷായാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. ഇതിലാകെ എത്ര അധ്യായങ്ങളുണ്ട്? BNSൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആകെ 20 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയാണെന്ന് പറഞ്ഞേ? ആകെ 20 അധ്യായങ്ങൾ മാത്രമാണ് BNSൽ ഉള്ളത്. എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 358 വകുപ്പുകളാണ്. ചില പുസ്തകങ്ങളിൽ 356 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ യഥാർത്ഥത്തിൽ എത്രയാണ്? എത്ര വകുപ്പുകളുണ്ട്? 358 വകുപ്പുകളാണ് പൂർണ്ണമായും എവിടെയുള്ളത്? നമ്മുടെ BNSനകത്ത് ഉള്ളത്. മനസ്സിലായോ? ഇനി IPCയിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് നോക്കിക്കേ. IPCയില് മൊത്തത്തിൽ 23 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. എത്ര വകുപ്പുകളായിരുന്നു? 511 വകുപ്പുകളായിരുന്നു. ഈ 511 വകുപ്പുകളാണ് ഇപ്പോൾ എത്രയായി ചുരുങ്ങിയത്? 358 ആയിട്ട് ചുരുങ്ങിയത്. മനസ്സിലായോ? അപ്പോൾ IPCയിൽ 511 വകുപ്പുകൾ 23 അധ്യായങ്ങളിലായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ BNSലേക്ക് വരുമ്പോൾ 20 അധ്യായങ്ങളിലായിട്ട് 358 വകുപ്പുകൾ മാത്രമാണ് ഉള്ളതെന്ന് ആദ്യം പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എങ്കിൽ നമുക്ക് സിലബസിലേക്ക് കയറാം. സിലബസിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഭാരതീയ ന്യായ സംഹിതയിൽ കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഡെഫിനിഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സെക്ഷൻസും അതിൻ്റെ ആ ഡെഫിനിഷൻസും കൃത്യമായിട്ട് പഠിക്കണം. പ്ലസ് എക്സ്ട്രാ നമ്മൾ ശിക്ഷകൾ കൂടി നമ്മൾ ആ ഒരു സെക്ഷൻ 4 കൂടി പഠിച്ചിട്ട് പോകും കേട്ടോ. എക്സ്ട്രാ ആയിട്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അതാ നോക്കിക്കോളൂ, ഡെഫിനിഷൻസ് ആണ്. ഇവിടെ നമുക്ക് എന്തിന്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ് പഠിക്കേണ്ടത്? ചൈൽഡ് എന്താണ്? കൗണ്ടർ ഫീറ്റ് എന്താണ്? ഡോക്യുമെന്റ് എന്താണ്? ഹാർബർ എന്താണ്? ഇഞ്ചുറി എന്താണ്? പബ്ലിക് സർവന്റ്, ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ. ഓക്കെ, ഇതൊന്നും ഇല്ല, നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെക്ഷനുകളും കാണാതെ പഠിക്കണം. ഈ ഓരോ സെക്ഷനുകളും എന്ത് ചെയ്യണം? മാറിപ്പോകാതെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം? ഈ സെക്ഷനുകൾ അങ്ങ് പഠിച്ച് തറവാക്കാം. അതിനുശേഷം ഡെഫിനിഷനിലേക്ക് പോകാം. റെഡി ആണോ? എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെ നമുക്ക് ഡെഫിനിഷൻസ് പഠിച്ചെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ദാ നോക്കൂ, ആദ്യം നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 2 മൂന്നാമത്തെ ക്ലോസ്. രണ്ടാമത്തെ സെക്ഷനിൽ ഡെഫിനിഷൻസ് ആണ് വരുന്നത്. അതിൽ ഓരോ ക്ലോസുകളിലായിട്ടാണ് ഓരോ ഡെഫിനിഷൻ വരുന്നത്. അവിടെ നമുക്ക് എല്ലാ ഡെഫിനിഷൻസും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്ന ഡെഫിനിഷൻസ് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് ഡെഫിനിഷൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആണ് സെക്ഷൻ 2 ക്ലോസ് 3 എന്ന് പറയുന്നത് അല്ലെ. സെക്ഷൻ 2 ക്ലോസ് 3 അവിടെ എന്താണ്? എന്തിന്റെ ഡെഫിനിഷൻ ആണ്? ചൈൽഡ് എന്നതിന്റെ ഡെഫിനിഷൻ ആണ് വരുന്നത്. സോ നിങ്ങളെ മനസ്സിൽ ദാ ഈ ഒരു ചിത്രം വരിക. ഇവിടെ എന്താണ്? 3 കുട്ടികളുണ്ട് അല്ലെ. നമുക്ക് എന്തായാലും ആദ്യം മനസ്സിലാക്കേണ്ടത് ഡെഫിനിഷൻ, BNSലെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് സെക്ഷൻ 2-ലായിരിക്കും വരുന്നത്. ഓക്കെ, സെക്ഷൻ 2-ലായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഈ ക്ലോസിന്റെ നമ്പർ എത്രയാണെന്നാണ് പഠിക്കേണ്ടത്. അതാണ് തിരിഞ്ഞും മറിഞ്ഞും പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഈ ക്ലോസ് കൃത്യമായിട്ട് പഠിക്കാനുള്ള കുറച്ച് സിമ്പിൾ ടെക്നിക്സ് പറഞ്ഞു തരാം. സെക്ഷൻ 2-3 ഓക്കെ, 2-3 എന്ന് പറയുമ്പോൾ 2-ല് ക്ലോസ് 3-ല് എന്തിനെ പറ്റി പറയുന്നു? ചൈൽഡിന്റെ ഡെഫിനിഷനെ പറ്റി പറയുന്നു. അതാ നോക്കൂ, എത്ര ചൈൽഡ് ഉണ്ട് ഇവിടെ? 1, 2, 3. ഓക്കെ, അപ്പൊ ആ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളൂ. സെക്ഷൻ 2-3 എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഓക്കെ, 2-ല് 3 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ 3 കുട്ടികളെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ എന്തിന്റെ ഡെഫിനിഷനാ മക്കളെ വരുന്നത്? ചൈൽഡിന്റെ ഡെഫിനിഷൻ ആണ് വരുന്നത്. കുട്ടി
കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിന്റെ ഡെഫിനിഷൻ ആണ് എവിടെ വരുന്നത്? സെക്ഷൻ 2(3) വരുന്നത്. ഇതിനാണ് നമ്മൾ കോഡ് പഠിക്കുന്നത്. ഇതിന് പഠിക്കണ്ട, കാരണം എന്താണ് ഡെഫിനിഷൻസ് വരുന്നത് സെക്ഷൻ 2 നമുക്കറിയാം. ഓക്കെ, പിന്നെ ക്ലോസിനകത്ത് വരുന്ന നമ്പറിനാണ് നമുക്ക് കോഡ് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ സെക്ഷൻ 2(3) എന്താണ്? ചൈൽഡ് ആണ്. ഓക്കെ, കുട്ടി എന്നതിന്റെ നിർവചനമാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി എപ്പം ഉറക്കത്തെ ചോദിച്ചാലും BNS-ലെ സെക്ഷൻ 2 ക്ലോസ് 3 എന്തിനെ പറ്റി പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 പിള്ളേരെ ഓർത്തോണം. ആരാണ് ഇവര്? കുട്ടിയാണ്. സോ ചൈൽഡ് എന്നതിന്റെ ഡെഫിനിഷൻ ആണ് വരുന്നത്. മറന്നു പോകത്തില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തതാ വരുന്നത് എന്താണ്? സെക്ഷൻ 2(4) ആണ്. എന്താണ് സെക്ഷൻ 2(4) വരുന്നത്? കൗണ്ടർ ഫീറ്റിന്റെ ഡെഫിനിഷൻ ആണ്. കൗണ്ടർ ഫീറ്റ് എന്താണ്? കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞത് കപടാനുകരണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ വ്യാജം എന്ന് പറയും. അതായത് ഇവിടെ നോക്കിക്കേ, 4 കെട്ട് വ്യാജ നോട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, കൗണ്ടർ ഫീറ്റ് ആണ്. കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കപടാനുകരണം. കപടമായിട്ട് സാദൃശ്യമുള്ളത് നിർമ്മിച്ചു വെക്കുന്നു, അല്ലെ? ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കത്തില്ലേ നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്? അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ വ്യാജമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? 4 കെട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, സെക്ഷൻ 2(4) എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ 4 എന്താണ്? ഈ 1 2 3 4 4 കെട്ട് നോട്ടുകളെ ഓർത്തിരിക്കുക. അതായത് ഇവിടെ വ്യാജ നോട്ടുകളാണ്. വ്യാജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടർ ഫീറ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സെക്ഷൻ 2(4) എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കൗണ്ടർ ഫീറ്റ് ആണ്. അപ്പൊ സെക്ഷൻ 2(3) എന്ന് കേട്ടാൽ 3 കുട്ടികൾ ചൈൽഡ് ആണ്. സെക്ഷൻ 2(4) എന്ന് കേട്ടാൽ 4 കെട്ട് നോട്ടുകൾ കൗണ്ടർ ഫീറ്റ് ആണ്, വ്യാജമാണ്, കപടാനുകരണമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് എന്താണ്? 2(8) പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഈ ഒരു ചിത്രം വരിക. ഇതൊരു ഡോക്യുമെന്റ് ആണ്. ഡോക്യുമെന്റിന്റെ മുകളിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു? 8 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് ക്ലിയർ ആക്കി അങ്ങ് വെച്ചേ. അപ്പൊ ആദ്യമേ 3 കുട്ടികളെ കണ്ടു, 4 കെട്ട് നോട്ടുകൾ, വ്യാജ നോട്ടുകൾ കണ്ടു. അതിനുശേഷം ഒരു ഡോക്യുമെന്റിനകത്ത് എന്ത് എഴുതി വെച്ചിരിക്കുന്നു? 8 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 8 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് 8? ദാണ്ടെ 2(8) ആണ്. അതായത് ഡോക്യുമെന്റ് അഥവാ പ്രമാണം അഥവാ രേഖ എന്നതിന്റെ ഡെഫിനിഷൻ ആണ് എവിടെ പറയുന്നത്? സെക്ഷൻ 2(8) പറയുന്നത്. മനസ്സിലായോ? അപ്പോ സെക്ഷൻ 2(8) എന്ത് പറയുന്നു? ഡോക്യുമെന്റിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. 2(3) എന്താണ്? തന്നെ ഒന്ന് പറഞ്ഞേ, എന്താണ്? ചൈൽഡ് എന്നതിന്റെ ഡെഫിനിഷൻ ആണ്, അല്ലേ? ഇനി 2(4) എന്തായിരുന്നു? 4 കെട്ട് നോട്ടുകൾ, വ്യാജം, എന്താണ്? കൗണ്ടർ ഫീറ്റ് ആണ്. കൗണ്ടർ ഫീറ്റിന്റെ ഡെഫിനിഷൻ ആണ് എവിടെ വരുന്നത്? ഈ ഒരു 2(4) വരുന്നത്. ഇനി ശേഷം 2(4) കഴിഞ്ഞാൽ നമുക്ക് 2(8) ആണ് പഠിക്കാനുള്ളത്. 2(8) എന്താ മക്കളെ? ഡോക്യുമെന്റ് ആണ്, അല്ലെ? ഡോക്യുമെന്റ് ആണ്. സോ ഡോക്യുമെന്റ് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 2(3), 2(4), 2(8) നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 2(13) ആണ്. 2(13) എന്താണ്? 2(13) എന്ന് പറഞ്ഞാല് ഹാർബർ ആണ്. ഹാർബർ എന്ന് പറയുമ്പോൾ മീൻ വിൽക്കുന്ന അവിടെ അല്ല ചിന്തിക്കേണ്ടത്. ഹാർബർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാർബർ എന്താണ്? ആലോചിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരാള് 13 ബാങ്ക് കൊള്ളയടിച്ചിട്ട് വന്ന ഒരാളാണ്. ഓക്കെ, 13 ബാങ്ക് കൊള്ളയടിച്ച് വന്ന ഇയാൾ എന്ത് ചെയ്യാണ്? സംരക്ഷിക്കുകയാണ്. ഓക്കെ, ഇയാൾ ഇത്രയും 13 ബാങ്കുകൾ കൊള്ളയടിച്ച് വന്ന ആളാണെന്ന് ഇയാൾക്ക് അറിയാം. ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ പൈസ കൊടുത്തപ്പോഴത്തേക്കും എന്താണ്? ഇയാളെ സംരക്ഷിക്കാം, ഇയാളെ ആരും പോലീസ് പിടിക്കാതെ ഞാൻ നോക്കാം, നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവും ഒക്കെ ഞാൻ തരാമെന്നും പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്യാണ്? അയാളെ സംരക്ഷിക്കാൻ നോക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ ഹാർബർ എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 2(13) എന്ന് കേൾക്കുമ്പോൾ തന്നെ 13 ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ട് വന്ന ഹാർബറിനെ ഓർത്തിരിക്കുക കേട്ടോ. 13 ബാങ്ക് കൊള്ളയടിച്ചു വന്ന ഹാർബർ 2(13) എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർബർ എന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ഡെഫിനിഷനിലേക്കൊക്കെ നമുക്ക് പോകാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ മാത്രം ചിന്തിച്ചു വെച്ചിരിക്കുക. 13 ബാങ്ക് കൊള്ളയടിച്ച ആളെ ഇയാള് സംരക്ഷിക്കുന്നു. അപ്പൊ ഇയാൾക്ക് കിട്ടുന്ന പണിയാണ് ആ ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, അയാളെ എന്ത് ചെയ്യുന്നു? ഒളിപ്പിച്ച് വെക്കുന്നു. ഓക്കെ, സോ അതാണ് ഹാർബർ എന്നുള്ള ആ ഒരു ഡെഫിനിഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ 2(13) ഹാർബർ പഠിച്ചു. ഇനി
214 പഠിക്കാനുണ്ട്. 214 എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിനിഷൻ ആണ്? ഇഞ്ചുറി. ഇഞ്ചുറി എന്നതിന്റെ ഡെഫിനിഷൻ ആണ്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇഞ്ചുറി ഉണ്ടാകുന്നു, മുറിവുകൾ ഉണ്ടാകുന്നു അല്ലേ? അപ്പോൾ മുറിവുണ്ടായപ്പോൾ 14 സ്റ്റിച്ച് എടുത്തു അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ടു എന്ന് ഓർത്തിരുന്നേ. എത്ര സ്റ്റിച്ചാണ്? 14 സ്റ്റിച്ച് ഉണ്ട്. അതാണ് ഇത് നമ്മുടെ രാമു ആണ്. രാമു മറിഞ്ഞു വീണ് എത്ര സ്റ്റിച്ച് ഉണ്ട് മക്കളെ? ഇഞ്ചോർഡായി എത്ര സ്റ്റിച്ച് ഉണ്ട്? 14 സ്റ്റിച്ച് ഉണ്ട് അല്ലെ? 14 സ്റ്റിച്ച് ഉണ്ട്. അപ്പം സെക്ഷൻ 214 എന്താണ്? ഇഞ്ചുറി ആണ്. ഓക്കെ, 213 എന്തായിരുന്നു? ഹാർബർ ആയിരുന്നു. 28 എന്തായിരുന്നു? ഡോക്യുമെന്റ് ആയിരുന്നു. 24 എന്തായിരുന്നു? കൗണ്ടർ ഫീറ്റ് ആയിരുന്നു. 23 എന്തായിരുന്നു? ചൈൽഡ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി ദാ നോക്കൂ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻ ആണ് 2ലെ 28th ക്ലോസിനകത്തുള്ളത്. 2ലെ 28th ക്ലോസിനകത്തുള്ളത് പബ്ലിക് സർവന്റ് ആരെന്നാണ്. പബ്ലിക് സർവന്റ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നമ്മളിപ്പോ പഠിക്കുന്ന പരീക്ഷ CPO പരീക്ഷയാണ്. CPOയില് 28 പേർക്ക് എന്ത് കിട്ടി? ജോലി ലഭിച്ചു എന്ന് ഓർത്തിരിക്കുക. അവരാരായി? പബ്ലിക് സർവന്റ് ആയി അല്ലെ? 28 പേരെ മാത്രമേ, ഏതാണ്ട് 28 പേരുണ്ട് ഇവര്. 28 പേരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അവരെ ജോലിയിലേക്ക് എടുത്തിട്ടുള്ളൂ എന്ന് ചുമ്മാ ഒന്ന് ചിന്തിക്കുക. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്, അല്ലാതെ 28 പേരെ എടുക്കത്തോളതൊന്നും ചിന്തിക്കല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ കോഡ് പഠിക്കുകയാണ്. അപ്പോൾ പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത് 28 പേരെ പരീക്ഷ CPO BNS അല്ലേ? BNS CPOയ്ക്ക് ഉള്ളതല്ലേ? അപ്പോൾ 28 പേര് BNS പഠിച്ചു പബ്ലിക് സർവന്റ് ആയി എന്ന് ഓർത്തിരിക്കുക. 28 പേര് BNS പഠിച്ച് പബ്ലിക് സർവന്റ് ആയി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ BNS മീൻസ് സെക്ഷൻ 228 എന്ത് പറയുന്നു? പബ്ലിക് സർവന്റ് ആരാണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് എവിടെ പറയുന്നത്? ഈ ഒരു 228 പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻസ് ഏതൊക്കെയായിരുന്നു? 2-3 ഉണ്ടായിരുന്നു, 2-4 ഉണ്ടായിരുന്നു, അടുത്ത പറഞ്ഞേ 2-8 ഉണ്ടായിരുന്നു, then 2-13 ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ട്? 2-14 ഉണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം 2-28 ഉണ്ടായിരുന്നു. ഇത്രയും ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇതിലെ ആരുടെയൊക്കെ ഡെഫിനിഷൻസ് ആണ് വരുന്നത്? 2-3 ആരാണ്? ചൈൽഡ് ആണ് അല്ലേ? ഇനി 2-4 ആരാണ്? കൗണ്ടർ ഫീറ്റ് ആണ്. കൗണ്ടർ ഫീറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? 2-8 ഡോക്യുമെന്റിന് പുറത്ത് 8 ഉണ്ടല്ലോ. ഡോക്യുമെന്റ് ആണ് 2-8 വരുന്നത്. 2-13 എന്ന് പറയുമ്പോൾ ഹാർബർ ആണ് അല്ലെ? 13 ബാങ്കുകൾ കൊള്ളയടിച്ച് വന്ന ആളല്ലേ? ഹാർബർ. ഓക്കെ, ഇനി 2-14 എന്ന് പറയുമ്പോൾ 14 സ്റ്റിച്ച് എന്താണ്? ഇഞ്ചുറി ആണ് അല്ലെ? ഇഞ്ചുറി ആണ്. ആൻഡ് 2-28 എന്ന് പറയുമ്പോൾ പബ്ലിക് സർവൻസ് ആണ്. പബ്ലിക് സർവൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ സെക്ഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെഫിനിഷൻസ് പഠിക്കാം. റെഡിയാണോ? ഡെഫിനിഷൻസ് പഠിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പോൾ ദാ നോക്കിക്കോളൂ. ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻസ് എന്താണ്? ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദാ നോക്കൂ മക്കളെ, IPCക്കകത്ത് അങ്ങനെ ചൈൽഡിനെ കൃത്യമായിട്ടൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അന്നത്തെ കാലത്ത് IPCയിൽ എന്ത് ചെയ്തിട്ടില്ല? ചൈൽഡിനെ കൃത്യമായിട്ട് ഇന്ന വയസ്സിന് താഴെയുള്ള ഒരാളാണ് ചൈൽഡ് എന്ന് പറഞ്ഞൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. പിന്നെ പോകുന്നത് എന്താണ്? ഓരോ ആക്ടിലേക്ക് പോകുമ്പോൾ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ ആക്ട്, അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റി. അപ്പൊ ഇവിടെ നമ്മുടെ BNS കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ അന്നുണ്ടായ പോരായ്മ അങ്ങ് അവര് നികത്തുകയാണ്. അതായത് IPCക്കകത്ത് ചൈൽഡ് ആരാണ്? 18 വയസ്സിന് താഴെയുള്ളതാണോ, 14 വയസ്സിന് താഴെയുള്ളതാണോ, 16 വയസ്സിന് താഴെയുള്ളതാണോ എന്നൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു മക്കളെ? ആദ്യം തന്നെ 2-3 തന്നെ അവർ ചൈൽഡിന്റെ ഡെഫിനിഷൻ ആണ് കൊണ്ടുവരുന്നത്. എന്താണ് മക്കളെ ഇവിടെ BNS പ്രകാരം കുട്ടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നോക്കൂ, വേറെ ഒന്നുമില്ല, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, അവിടെ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ വ്യത്യാസമില്ലാതെ ഈ നിയമപ്രകാരം ആരുടെ നിർവചനത്തിൽ വരുന്നു? കുട്ടി എന്നതിന്റെ നിർവചനത്തിൽ വരുന്നു. മനസ്സിലായോ? അതായത് ഈ നിയമപ്രകാരം, BNS നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരാണ്?
18 വയസ്സിന് താഴെയുള്ളവര്. ശ്രദ്ധിക്കണേ, 18 വയസ്സുള്ളവരല്ല, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഈ BNS നിയമപ്രകാരം എന്താണ്, കുട്ടി എന്നതിന്റെ നിർവചനത്തിൽ വരുന്നു. അപ്പൊ പഠിച്ചു നമ്മൾ കുട്ടി എന്നതിന്റെ സെക്ഷൻ വരുന്നത് 2(3)ലാണ്. ആൻഡ് എത്രയാണ്, 18 വയസ്സിന് താഴെയുള്ളവരെയാണ് നമ്മൾ കുട്ടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സെക്ഷൻ 2(4)ലേക്കാണ്. 2(4)ൽ എന്തായിരുന്നു ഹെഡിങ്, എന്തായിരുന്നു, കൗണ്ടർ ഫീറ്റ് എന്നാണ്. എന്താണ് കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കപടാനുകരണം അഥവാ വ്യാജം. ഇതാണ് എന്ത്, ഈ ഒരു കൗണ്ടർ ഫീറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളെ നമുക്കറിയാം, ആദ്യം തന്നെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ ഒരു മിൽമ പാല്, ഓക്കെ, ഞാൻ അതിന്റെ ഇമേജ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലായിരുന്നോ? ഇതിപ്പം ഈ റീസെന്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആയിരുന്നു. ഓൾമോസ്റ്റ് മിൽമ പാലിന്റെ അതേ ഒരു ഫോർമാറ്റില് മിൽന, ഇവിടെ എം അല്ല കേട്ടോ, ഇവിടെ നമുക്ക് കാണുമ്പോൾ മിൽമ എന്ന് തന്നെ തോന്നും. പക്ഷെ ഇവരെന്ത് ചെയ്തു, മിൽമ പാലാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ എന്ത് ചെയ്തു, ഇവര് അവരുടെ പാല് മിൽന എന്നുള്ള പാല് പുറത്തിറക്കി. ഓൾമോസ്റ്റ് ഇത് കാണുമ്പം എന്താണ്, മിൽമ പാല് തന്നെയായിട്ട് തോന്നും അല്ലേ? അങ്ങനെ മിൽമക്കാര് കൊണ്ടുപോയി എന്ത് ചെയ്തു, കേസ് കൊടുത്തു. കാരണം എന്താണ്, കൗണ്ടർ ഫീറ്റ് ആണ് അവിടെ നടന്നത്. അതായത് മിൽമയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ നോക്കി. അപ്പൊ ഇവർക്ക് 1 കോടി രൂപ എന്തോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ വ്യാജമായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, വ്യാജമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കൗണ്ടർ ഫീറ്റ് അഥവാ എന്ത് പറയുന്നു, കപടാനുകരണം, വ്യാജം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ വ്യാജ തട്ടിപ്പ് നടക്കുന്നത് എന്തിലാണ്, നോട്ടുകളിലാണ് അല്ലെ? നമ്മുടെ പൈസ ഉണ്ടല്ലോ, നമ്മൾ എന്താണ് 500ന്റെ 1000ന്റെ, ഇപ്പൊ 1000 ഇല്ല, മുമ്പൊക്കെ എന്തായിരുന്നു, ഇതേ കണക്ക് ഒരുപാട് വ്യാജ നോട്ടുകൾ ഇറക്കുമായിരുന്നു അല്ലെ? സോ ഇതന്നെയാണ്, ഈ ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കൗണ്ടർ ഫീറ്റ് അഥവാ കപടാനുകരണം എന്ന് വിളിക്കുന്നത്. വ്യാജം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി അത് മറന്നു പോകത്തില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വഞ്ചനയോ തട്ടിപ്പോ നടത്താൻ ഉദ്ദേശിച്ച ഒരു വസ്തുവിനെ യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത്, കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെ, ആ പ്രോഡക്റ്റ് ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡ് കാണും അല്ലെ, ആ ബ്രാൻഡ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അതേപോലെയുള്ള തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ആ ഒരു ഫോർമാറ്റിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഇവരിപ്പം മിൽന പാല് പുറത്തിറക്കി. അപ്പൊ ഈ മിൽനയ്ക്ക് എന്ത് ചെയ്യണം, അവര് പ്രൂവ് ചെയ്യണം, ഞാൻ ഇതിനെ ഉദ്ദേശിച്ചിട്ടല്ല, ഇത് ഞങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുന്നത് വരെ ഇവര് എന്തായിട്ട് കൺസിഡർ ചെയ്യും, കൗണ്ടർ ഫീറ്റ് ചെയ്തതായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, പ്രഥമ ദൃഷ്ട്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, അവർ കൗണ്ടർ ഫീറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കാണുള്ളത്. ഓക്കെ, മുമ്പായിരുന്നുവെങ്കിൽ ഇല്ല, എന്താണ്, കുട്ടികൾക്കില്ല ചെറിയ നോട്ട് ഉണ്ടല്ലോ, ഇല്ല മിഠായിയൊക്കെ വാങ്ങുമ്പോഴത്തേക്കും 500ന്റെയും 50ന്റെയും ഒക്കെ ചെറിയ പേപ്പർ നോട്ടുകൾ കിട്ടത്തില്ലേ കളിക്കാനായിട്ട്. സോ അതെന്താണ്, അത് കൗണ്ടർ ഫീറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഓൾമോസ്റ്റ് സെയിം നമ്മുടെ നോട്ടിനെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സൈസ് ഡിഫറെന്റ് ആണ് അല്ലേ? അതിന്റെ സൈസ് വളരെ ചെറുതാണ് നോട്ട്. അത് ഒരു യഥാർത്ഥ നോട്ടല്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്കത് മനസ്സിലാകും അല്ലേ? ആ ഒരു അത് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ സോഫ്റ്റ് ഒരു പേപ്പറിനകത്ത് ചെയ്യുന്ന ഒരു നോട്ടാണ്. സോ അതും ഇപ്പോഴത്തെ നോട്ടും തമ്മിൽ കൗണ്ടർ ഫീറ്റ് ചെയ്തതാണെന്ന് ആർക്കും വാദിക്കാൻ പറ്റത്തില്ല. കാരണം അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആർക്കും അത് എന്താണ് യഥാർത്ഥത്തിൽ ഏതും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൗണ്ടർ ഫീറ്റ് ആയിട്ട്. ഇടയ്ക്ക് അത് ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കോടതി പറഞ്ഞു ഇത് എന്താണ്, ഇതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, അതിന്റെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്, അതിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇതിനെ കൗണ്ടർ ഫീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് വലിയ ഇഷ്യൂ വന്നില്ല. പക്ഷെ ഇതേപോലുള്ള സിറ്റുവേഷൻസിൽ അത് ഒറിജിനലും ഇതും തമ്മിൽ വ്യത്യാസപ്പെട്ട് അറിയുന്നതിലും എന്താണ് നമുക്ക് പാടാണ്. ഇതിൽ ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഒറിജിനൽ ആയിട്ട് ഇതുപോലെ തന്നെ തോന്നും
തോന്നുന്നില്ലേ? പക്ഷെ ഇവിടെ എന്താണ്, 2 എമ്മിന് പകരം 2 N കൊടുത്തിരിക്കുകയാണ് അല്ലേ? ഭയങ്കര ബുദ്ധിയായി പോയി. സോ ഈ സംഭവമാണ് എന്തെന്ന് പറയുന്നത്, കൗണ്ടർ ഫീറ്റ് അഥവാ കപട അനുകരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും വസ്തുവിന്മേൽ, അതിപ്പോ പേപ്പറോ എന്താണ് വഞ്ചനയോ തട്ടിപ്പോ നടത്താൻ ഉദ്ദേശിച്ച ഒരു വസ്തു, ഉദ്ദേശം എന്താണ്, തട്ടിപ്പ് നടത്തുക, വഞ്ചന നടത്തുക, എല്ലാവരും പറ്റിക്കുക, പൈസ നേടുക. ഈ ഉദ്ദേശത്തോടു കൂടി എന്താണ്, ഒറിജിനൽ സാധനത്തിനെ തോന്നിക്കുന്ന തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണമെങ്കിലും ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് വെറുതെ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്തില്ല, വീഡിയോസ് ചെയ്തില്ല. ഇപ്പൊ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം വരുന്നുണ്ട്, കുറച്ച് ടോപ്പിക്സ് എടുത്ത് തരാമോ എന്ന് ഇങ്ങനെ ഞാൻ കണ്ടു കമന്റ്സിൽ. സോ അത് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് എടുത്ത് തരാനായിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് ഡോക്യുമെന്റിലേക്കാണ്. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക സെക്ഷൻ 2(8) ആണ്. രണ്ടാമത്തെ സെക്ഷനിലെ 8ാമത്തെ ക്ലോസിലാണ് ഡോക്യുമെന്റിനെ പറ്റി പറയുന്നത്. മലയാളത്തിൽ നമുക്ക് ഇതിനെ പ്രമാണം അഥവാ രേഖ എന്നൊക്കെ വിളിക്കാം അല്ലെ. അപ്പൊ എന്താണ് മക്കളെ ഈ ഡോക്യുമെന്റ്? ഈ നിയമപ്രകാരം ഡോക്യുമെന്റ്, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു വെള്ള പേപ്പറിനെ നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറയത്തില്ല അല്ലേ? വെറുതെ ഒരു ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരു ഫയൽ, അതിനെ നമ്മൾ എന്ത് ചെയ്തില്ല, ഡോക്യുമെന്റ് എന്ന് പറയത്തില്ല. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, എഴുതി അച്ചടിച്ചോ എഴുതിയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തോ ഒക്കെ വെച്ചിട്ടുണ്ടാകും. സോ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേപ്പേഴ്സിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡോക്യുമെന്റ് അഥവാ രേഖ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതാ പറയുന്നത്, ഏതെങ്കിലും വസ്തുവിന്മേൽ, ആ വസ്തു ഒന്നെങ്കിൽ പേപ്പർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ മീഡിയ ആകാം. ഓക്കെ, സോ അതിനകത്ത് അക്ഷരങ്ങളോ അക്കങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങളോ രേഖപ്പെടുത്തി തെളിവായി ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും വിഷയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡോക്യുമെന്റ് അഥവാ പ്രമാണം അഥവാ രേഖ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് പറയുന്നത്, ഏതൊരു ഡോക്യുമെന്റ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ ഡിജിറ്റൽ മീഡിയ ആയിക്കോട്ടെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും, അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ആ ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ നിയമപ്രകാരം BNS നിയമപ്രകാരം എന്തെന്ന് പറയുന്നു, ഈ ഒരു പ്രമാണം അഥവാ രേഖ അഥവാ ഡോക്യുമെന്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? സെക്ഷൻ ഒന്ന് പറഞ്ഞേ, സെക്ഷൻ 2(8) ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അതേപോലെ ഈ ഒരു പ്രമാണത്തിന്റെ ഡോക്യുമെന്റ്സിനുള്ള എക്സാമ്പിൾസ് നമുക്ക് പറയാനാണെങ്കിൽ കരാറ് അല്ലെ, ഓരോന്നും നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളില്ലേ, അതൊരു ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബാങ്ക് ചെക്കുകൾ, പവർ ഓഫ് അറ്റോർണി, ഭൂപടം, ദാറ്റ് ഇസ് മാപ്പ് ഉണ്ടല്ലോ, ഏതെങ്കിലും കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമ്മളിപ്പം നമ്മുടെ വീടിന്റെ സ്കെച്ച് അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ആ ഒരു പ്രദേശത്തിന്റെ മാപ്പ്, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതാണ് എന്ത്, ഡോക്യുമെന്റ്സിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ പേപ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലോ അക്കങ്ങളോ അക്ഷരങ്ങളോ അടയാളങ്ങളോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഹാർബർ എന്നുള്ളതിന്റെ മീനിങ്. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ രാമു എന്ത് ചെയ്യാണ്, 13 ബാങ്കുകൾ കൊള്ളയടിച്ച് വരികയാണ്. ഓക്കെ, കൊള്ളയടിച്ച് വരുന്നത് എൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇങ്ങനെ ബാങ്കുകളൊക്കെ കൊള്ളയടിച്ച് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് രാമു എൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ കിട്ടുന്നില്ലേ, ഞാൻ പറയുന്നു, ഞാൻ ആരും അറിയാതെ എൻ്റെ വീടിൻ്റെ പുറവിൽ ഞാൻ നിങ്ങളെ താമസിപ്പിക്കാം, നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യാണ്, ഇയാളെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളെ ഞാൻ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയാണ്. അതായത് ആ കുറ്റവാളിയായ വ്യക്തിക്ക് ഞാൻ അഭയം കൊടുക്കുകയാണ്. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹാർബർ അഥവാ അഭയം എന്ന് പറയുന്നത്. ഓക്കെ, ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒളിപ്പിക്കുന്നു എന്നുള്ള രീതിയിലും ഹാർബർ ആ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. അഭയം അല്ലെങ്കിൽ ഒളിപ്പിക്കുന്നു. ഓക്കെ, ആ ഒരു ടേം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹാർബർ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരാളെ പിടികൂടുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നതിന് വേണ്ടി പാർപ്പിടമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ നൽകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്,
ഹാർബർ എന്ന് പറയുന്നത്. ഹാർബർ, അഭയം കൊടുക്കുന്നു. ഹാർബർ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഒരാൾ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഹാർബറിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒളിച്ച് താമസിക്കാൻ പറയുന്നു. ഹാർബറിൽ പോയി ഒരാൾ പ്രതി ഒളിച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെയും ചിന്തിച്ചു വെക്കാം. ഓക്കെ, ഹാർബർ എന്ന് പറയുമ്പോൾ എന്താണ്, അയാളെ അഭയം കൊടുക്കുക അല്ലെങ്കിൽ അയാളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുക എന്ന് പറയാം. ഇനി ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ CID മൂസ സിനിമയില്ലേ, അതിനകത്ത് ഭാവനയുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് 2 ടെററിസ്റ്റുകൾ താമസിക്കുന്നുണ്ടല്ലോ. സോ അവിടെ ഭാവന ഈ ഹാർബറിനകത്ത് ഉൾപ്പെടുമോ എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം അവിടെ ആ ടെററിസ്റ്റുകള്, ആ ഭീകരവാദികള് എന്തല്ല, ഈ ഭാവനയ്ക്ക് അറിയത്തില്ല അവര് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രതികളാണെന്ന് അറിയത്തില്ല. സോ അവിടെ അവരെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭാവനയ്ക്ക് എന്തെങ്കിലും എന്താണ് കേസുമായിട്ട് പോകേണ്ടി വരുമോ? ഇല്ല, കാരണം ഭാവനയ്ക്ക് അത് അറിയത്തില്ലായിരുന്നു. അത് തെളിയിക്കേണ്ട ഭാവനയുടെ ഉത്തരവാദിത്വമാണ്, അത് വേറെ കാര്യം. പിന്നെ എന്താണ്, ഇവിടെ ഭാവന അറിഞ്ഞുകൊണ്ടല്ല ഇവര് ഇങ്ങനെയുള്ള ഭീകരവാദികളാണ് അല്ലെങ്കിൽ ഇന്ന ആള് കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുകയാണ് എന്നറിയാതെയാണ് ഒരാള് ആ വ്യക്തിക്ക് അഭയം കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമോ കുറച്ച് പൈസയോ കൊടുക്കുന്നതെങ്കിൽ അയാള് എന്തിന്റെ പരിധിയിൽ വരത്തില്ല? ഈ നിയമത്തിന്റെ ഈ ഒരു ഹാർബർ എന്നുള്ള ആ ഒരു പരിധിയിൽ വരുത്തില്ല. മനസ്സിലാക്കിയിരിക്കുക. അയാള് തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ, അഭയം കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. അല്ലാതെ അയാള് ഇങ്ങനെ തെറ്റുകളൊന്നും ചെയ്യാതെ എന്താണ് ചെയ്തത് അറിയാതെയാണ് ഒരാള് സഹായം ചെയ്യുന്നതെങ്കിൽ അയാള് ഇവിടെ കുറ്റക്കാരനാകത്തില്ല എന്ന് പ്രത്യേകമായിട്ട് ഹാർബറിന്റെ ഡെഫിനിഷനിൽ എടുത്തു പറയുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ അതാണ് ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അഭയമാണ്, അഭയം, ഹാർബർ. ഹാർബറിൽ പോയി താമസിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒളിച്ചു താമസിച്ചു എന്നോർത്തിരിക്കുക. അപ്പൊ എപ്പോഴാണ് ഒരു കുറ്റക്കാരനാകുന്നത്? ആദ്യം വന്ന രാമു എനിക്ക് പൈസയൊക്കെ തരാം, ഇയാൾ കുറ്റം ചെയ്തിട്ടാണ് വന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ? അപ്പൊ അത് പ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ശിക്ഷ കിട്ടും. കാരണം ഞാൻ അയാൾക്ക് അഭയം കൊടുത്ത ആളാണ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട്, തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അഭയം കൊടുത്ത ആളായതുകൊണ്ട് എനിക്ക് കിട്ടും. പക്ഷെ ഭാവനയ്ക്ക് കിട്ടുമോ? ഭാവനയ്ക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ? അവര് അത്തരത്തിലുള്ള കുറ്റവാളികളാണെന്ന് അറിയാതെയാണ് ഭാവന എന്ത് ചെയ്യുന്നത്? അവരെ പെയിൻ ഗസ്റ്റ് ആയിട്ട് അവിടെ താമസിപ്പിക്കുന്നതൊക്കെ. സോ അവർക്ക് എന്ത് ചെയ്യത്തില്ല? അവർക്ക് ഇതിന്റെ കീഴിൽ അവരെ ഉൾപ്പെടുത്തില്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളെ സെക്ഷൻ 214 എന്ന് പറയുന്നത്. എന്താണ് 214? 214ലാണ് ഇഞ്ചുറിയെ പറ്റി പറയുന്നത്. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മലയാളത്തിൽ അതിനെ പരിക്ക് എന്ന് പറയും അല്ലേ? പരിക്ക്. എന്താണ് പരിക്ക് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് വല്ല കേട്ടോ. എന്താണ് പരിക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിനോ, ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ അടിക്കുന്നു, ഓക്കെ, ഒരാളെ തല്ലുന്നു, അയാൾക്ക് ശരീരത്തിന് എന്തുണ്ടാകും? പരിക്കുകൾ ഉണ്ടാകും. അത് പരിക്കിന്റെ ഡെഫിനിഷനിൽ വരും. അത് മാത്രമാണോ വരുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പം ഇത് മാത്രമാണ് പരിക്ക് എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ BNSലെ നിയമപ്രകാരം ഈ ഒരു ശരീരത്തിനുണ്ടാകുന്ന ആഘാതം മാത്രമല്ല, മനസ്സിനുണ്ടാകുന്ന ആഘാതവും പരിക്ക് എന്നതിന്റെ ഡെഫിനിഷനിൽ വരും. ഒരാൾ എന്നെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അതെന്താണ്? ഇഞ്ചുറി, പരിക്ക് എന്നതിന്റെ ഡെഫിനിഷനിൽ വരും. അതുപോലെ തന്നെ എൻ്റെ പ്രശസ്തി ഒരാൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്? ഡിഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. മനഃപൂർവ്വം കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട്, തെറ്റായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? എൻ്റെ പ്രശസ്തി അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും എന്തിന്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്? പരിക്ക് എന്നതിന്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. മാത്രമല്ല, സ്വത്തിന് എതിരായിട്ട്, ഇപ്പം എൻ്റെ വീട്ടിൽ ഒരാള് എന്ത് ചെയ്യുന്നു? ഒരാൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, എൻ്റെ കാറിന്റെ ചില്ല് പൊട്ടി. ഓക്കെ, അവിടെ എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പം എനിക്കിവിടെ ഇഞ്ചേർഡ് ആയി എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം എൻ്റെ സ്വത്തിന് അവിടെ എന്ത് പറ്റിയിട്ടുണ്ട്? പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? സ്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുകയാണെങ്കിൽ അതും എന്താണ്? പരിക്ക് എന്നതിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് മക്കളെ ഇഞ്ചുറി അഥവാ പരിക്ക് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുടെ ശരീരത്തിനോ മനസ്സിനോ പ്രശസ്തിക്കോ അതോ സ്വത്തിനോ എതിരായിട്ട് നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയും ഏതെങ്കിലും ഒരു ദോഷവും എന്താണ്? ഈ നിയമപ്രകാരം അഥവാ നമ്മുടെ BNS നിയമപ്രകാരം ഇഞ്ചുറി അഥവാ പരിക്ക് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇഞ്ചുറി മറക്കരുത്. ഒരു വ്യക്തിയുടെ ശരീരത്തിനോ മനസ്സിനോ പ്രശസ്തിക്കോ സ്വത്തിനോ 4 കാര്യങ്ങളുണ്ട്. അത് ഇത്രയും ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇവിടെ ശാരീരിക പരിക്കെന്ന് പറയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പരിക്ക് എന്താകാം? മുറിവാകാം, ചതവാകാം,
ഒടിവാകാം അല്ലെ. അതെല്ലാം എന്താണ്? ശാരീരികമായ പരിക്കുകളാണ്. ഇനി മാനസികമായ പരിക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആഘാതം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദം തരുന്നു അല്ലെ. അത്തരത്തിലുള്ള പ്രവർത്തികൾ എന്താണ്? മാനസികമായിട്ടുള്ള പരിക്കിനുള്ള ഉദാഹരണമാണ്. ഇനി പേരിനുണ്ടാകുന്ന പരിക്ക്, നമ്മളെ അപകീർത്തിപ്പെടുത്തുന്നു ഇല്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ അപകീർത്തിപ്പെടുത്തുകയാണെങ്കിൽ അതെന്താണ്? പേരിനുണ്ടാകുന്ന പരിക്കാണ്. ഇനി അതും അല്ലെങ്കിൽ സ്വത്തിനുണ്ടാകുന്ന പരിക്ക് എന്ന് പറഞ്ഞാൽ നാശനഷ്ടമാണ്. ഓക്കെ, എൻ്റെ വീടിൻ്റെ എന്തെങ്കിലും മതിലിടിച്ച് പൊളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറിന് എന്തെങ്കിലും സ്വത്ത് ഇത് മീൻസ് എന്തെങ്കിലും പെട്രോൾ ബോംബ് എറിയുകയോ അത് കത്തിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്? എൻ്റെ സ്വത്തിന്മേലുള്ള നാശനഷ്ടമാണ് അല്ലെ, അതിനുണ്ടാക്കുന്ന പരിക്കുകളാണ്. സോ അതാണ് ആ ഒരു സ്വത്തിനുണ്ടാകുന്ന പരിക്ക് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം എന്താണ്? ഈ ഒരു പരിക്ക് എന്നതിന്റെ നിർവചനത്തിൽ വരും. അപ്പം ഓർത്തിരിക്കുക, ഈ നിയമപ്രകാരം പരിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മുറിവും ചതവും ഒടിവും മാത്രമല്ല, നമ്മളെ മനസ്സിനുണ്ടാകുന്ന പരിക്കും നമ്മുടെ സ്വത്തിനു മേലുണ്ടാകുന്ന പരിക്കും നമ്മളുടെ മേലുണ്ടാകുന്ന അപകീർത്തിയും വരെ എന്താണ്? ഇവിടെ ഇഞ്ചുറി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ശാരീരിക പരിക്ക് എന്ന് പറയുമ്പോൾ മുറിവാകാം, ഒടിവാകാം. മാനസിക പരിക്ക് എന്ന് പറഞ്ഞാൽ ആഘാതമാകാം, സമ്മർദ്ദമാകാം. പേരിനുണ്ടാകുന്ന പരിക്ക് എന്ന് പറഞ്ഞാൽ അത് അപകീർത്തിയാകാം, അല്ലെങ്കിൽ സ്വത്തിനുണ്ടാകുന്ന പരിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടമാകാം. അവിടെ എന്തുണ്ടായിരിക്കണം? ഈ ദോഷം നിയമവിരുദ്ധമായിരിക്കണം. നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ ആയിരിക്കും ഇമാതിരി പരിപാടികൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പരിക്ക് അഥവാ ഇഞ്ചുറി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇഞ്ചുറി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് എന്താ മക്കളെ? പബ്ലിക് സർവന്റ്. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിനെ പൊതുസേവകൻ എന്ന് പറയും. 28 അല്ലെ, 2 28ാമത്തെ ക്ലോസിലാണ് പറയുന്നത്. എന്താണ് പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ? വലിയൊരു ഡെഫിനിഷൻ ആണ്, നമുക്ക് ചെറുതാക്കി ഇങ്ങനെ പറയാം. പൊതു ഓഫീസിൽ ജോലി ചെയ്യുന്നതോ പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതോ ആയ വ്യക്തികളെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പൊതുസേവകൻ എന്ന് വിളിക്കാറുണ്ട്. പൊതു ഓഫീസിൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നതോ പൊതു കർത്തവ്യങ്ങൾ, ഇനിയിപ്പം ഇലക്ഷൻ വഴി ഓരോ മെമ്പർ പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കത്തില്ലേ, അവരൊക്കെ എന്താണ്? പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വന്ന ആൾക്കാരാണ്. അവർ ചിലപ്പോൾ സർക്കാർ ഓഫീസിലാകണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലുള്ള ആൾക്കാരെയും എന്ത് ചെയ്യാറുണ്ട്? പൊതുസേവകൻ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ സെക്ഷൻ 2 28th ക്ലോസിലാണ് എന്തിനെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞേ? പബ്ലിക് സർവന്റിനെ പറ്റി പറയുന്നത്, പൊതുസേവകനെ പറ്റി പറയുന്നത്. എന്താണ് പൊതുസേവകൻ? ആരാണ് മക്കളെ പൊതുസേവകൻ? അത് പൊതു ഓഫീസിൽ ജോലി ചെയ്യുന്നതോ പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതോ ആയ വ്യക്തികളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പൊതുസേവകൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ഇതിനകത്ത് പൊതുസേവകനായിട്ട് വരുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർ. അതിൽ ഇനി ഒരു സംശയവുമില്ലല്ലോ, അവരെ നമ്മൾ പബ്ലിക് സർവൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ്? പബ്ലിക് സർവൻസ് ആണ്. ഓക്കെ, ഇനി അവരല്ലാതെ വേറെ ആൾക്കാർ ആരൊക്കെ വരുന്നുണ്ട്? ജഡ്ജിമാര്, പോലീസ് ഉദ്യോഗസ്ഥർ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി സ്വകാര്യ മേഖലയിലുള്ള വ്യക്തികള് പൊതുസേവകർ എന്നുള്ള കാറ്റഗറിയിൽ വരത്തില്ല. പക്ഷേ എപ്പോൾ വരുമെന്ന് ചോദിച്ചാല് ഈ സ്വകാര്യ മേഖലയിലുള്ള ജീവനക്കാര് ഏതെങ്കിലും പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നവരാണെങ്കിൽ അവർ എവിടെ വരും? ഇവിടെ പൊതുസേവകർ എന്നുള്ള കാറ്റഗറിയിൽ വരും. അല്ലാതെ അവരുടെ ആ ഓഫീസിലെ ജോലി മാത്രം, സ്വകാര്യ മേഖലയിലെ ജോലി മാത്രം നോക്കി പോകുന്നവരെ ഇവിടെ പൊതുസേവകരായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. മനസ്സിലായോ? എപ്പോഴാണ് പൊതുമേഖലയിലെ ജീവനക്കാർ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവർ പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവര് സ്വകാര്യ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ പൊതു കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരും എവിടെ വരുന്നതായിരിക്കും? ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവരെയാണ് നമ്മൾ പൊതുസേവകർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു സംഭവമാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ തന്നിരിക്കുന്ന ഒരു സെക്ഷനാണ്. സെക്ഷൻ 3ാമത്തെ സെക്ഷനിലെ 5ാമത്തെ ക്ലോസ്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് കോമൺ ഇന്റൻഷൻ. ഒരേ ഉദ്ദേശത്തോടു കൂടി കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്? ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ABCD 4 പേരുണ്ട്. ഓക്കെ, ഈ 4 പേര് എന്ത് ചെയ്യുകയാണ്? ഒരു ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് പോവുകയാണ്. അതില്
എ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് എ എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ എ എന്ന് പറയുന്ന വ്യക്തി കൊള്ളയടിക്കാൻ പോയിട്ടില്ല. ഇയാള് അവിടെ നിന്നും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് ഒരു ഈ കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നതും. ഇയാളാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് ഈ സിനെയും ഡിനെയും കൂടെ ബാങ്കിലേക്ക് കൊണ്ടാക്കുന്നതും അവിടെ നിന്ന് കുറ്റകൃത്യം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതും. ഓക്കെ, ഇനി സിയും ഡിയുമാണ് ബാങ്കിൽ കയറിയതും സാധനങ്ങൾ കൊണ്ട് അടിച്ചുകൊണ്ട് വന്നതും. ഓക്കെ, ബാങ്ക് കൊള്ളയടിച്ചതും ആരാണ്, സിയും ഡിയും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോരുത്തരും ചെയ്ത പ്രവർത്തികൾ ഡിഫറെന്റ് ആണ്. ഇയാൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി, ഇയാൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോയി, ഇവർ രണ്ടുപേരും പ്രവൃത്തി ചെയ്തു, അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടെ ഓരോരുത്തർക്കും അവർ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടുള്ള ശിക്ഷയാണോ കൊടുക്കുന്നത്? അല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്, ഒരു കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു കുറ്റകൃത്യം പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓരോരുത്തർക്കും എന്താണ്, ഓരോ ഈ കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കുകയും അവർക്ക് ആ സെയിം ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുന്നത്. അല്ലാതെ ഇയാൾ ആസൂത്രധാരനാന്നും പറഞ്ഞ് ഇയാൾക്ക് വേറെ ശിക്ഷയും, ഇയാൾ വണ്ടി ഓടിച്ചതേ ഉള്ളൂ അയാൾക്ക് അത്ര ശിക്ഷ വേണ്ടെന്ന് പറഞ്ഞ് വേറെ ശിക്ഷയും, സിയും ഡിക്കും ആൾക്കാരാണ് കൊള്ളയടിച്ചത് അതുകൊണ്ട് അവർക്ക് നല്ല ശിക്ഷയും എന്നുള്ള രീതിയിലല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ നിയമപ്രകാരം ഇവര് ഒറ്റ ടീമാണ് അല്ലേ, ഇവര് എന്ത് ചെയ്തതാണ്, ഒരുമിച്ചാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. അവിടെ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അത് പിന്നീടാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഒരു കുറ്റകൃത്യം ഈ നിയമപ്രകാരം ഈ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടീമാണ് മൊത്തത്തിൽ കുറ്റകൃത്യം ചെയ്തതായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ ഓരോ വ്യക്തികൾ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് അതിനുള്ള ശിക്ഷയല്ല ഇവിടെ കൊടുക്കുന്നത്. ഒരു കുറ്റകൃത്യം ചെയ്യാൻ പൊതുവായ ഉദ്ദേശത്തോടെ ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും ആ കുറ്റകൃത്യത്തിന് വ്യക്തിഗതമായി ഉത്തരവാദികളാകുന്നു. അതായത് ഇവിടെ ഒരു ശിക്ഷ പറയുകയാണെങ്കിൽ 10 വർഷം കഠിന തടവ് പറയുന്നു. ഓക്കെ, അത് ഈ 4 പേർക്കും എന്തുണ്ടായിരിക്കും, 10 വർഷം കഠിന തടവ് കിട്ടും. ഓക്കെ, അയാൾ ഇതേ ചെയ്തോളൂ, അയാൾ മറ്റേത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കേസൊന്നും വാദിക്കാൻ പറ്റത്തില്ല. കാരണം ഈ 4 പേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് ഈ 4 പേരെയും ഓരോരുത്തരായിട്ട് കൺസിഡർ ചെയ്ത് ആ കുറ്റത്തിന് വ്യക്തിഗതമായിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ആ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. 10 വർഷം കഠിന തടവ് വിധിച്ചു കഴിഞ്ഞാൽ ഈ 4 പേരും 10 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതാണ് സെക്ഷൻ 3 5th ക്ലോസിൽ പറയുന്നത്. സെക്ഷൻ 3(5) പറയുന്നത് എന്താണ്, ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺ ഇൻ ഫർദറൻസ് ഓഫ് എ കോമൺ ഇന്റൻഷൻ. അവരുടെ കോമൺ ഇന്റൻഷൻ എന്തായിരുന്നു, ബാങ്ക് കൊള്ളയടിക്കുക എന്നതായിരുന്നു കോമൺ ഇന്റൻഷൻ. അത് പ്രകാരം ഇവർ എക്സിക്യൂട്ട് ചെയ്തു, വണ്ടി ഓടിക്കുന്നു, 2 പേര് കൊണ്ടുപോയി ബാങ്ക് കൊള്ളയടിച്ചോട്ട് വരുന്നു. ഓക്കെ, പക്ഷേ ഇവരെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ നിയമപ്രകാരം കൺസിഡർ ചെയ്യുമ്പോൾ അവരെ ഒറ്റ ഒരു ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരെന്ത് ചെയ്തു, എന്ത് പ്രവൃത്തി ചെയ്തു എന്നതിലല്ല, ഇവര് ഒരേ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പ്രവൃത്തി ചെയ്തതെങ്കിൽ അവിടെ ഈ നിയമപ്രകാരം വ്യക്തിഗതമായിട്ട് ഓരോരുത്തരും ഈ കുറ്റത്തിന് ഉത്തരവാദികളായിരിക്കും. അവിടെ ഒരു വേരിയേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പൊതുവായ ഉദ്ദേശത്തോടു കൂടി ഒന്നിലധികം വ്യക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോരുത്തരും ആ കുറ്റത്തിന് വ്യക്തിഗതമായിട്ട് ഉത്തരവാദികളായിരിക്കും. സിമ്പിളാണ്, കാര്യം ഇത്രയേ ഉള്ളൂ. ഇവർക്ക് എല്ലാവരെയും ഒറ്റ ഇതായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കുറ്റകൃത്യം ചെയ്താലും അവര് ചിലപ്പം ഒരാൾ അറിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അയാൾ ഇതിനകത്ത് പ്ലാനിനകത്ത് ഉണ്ടായിരുന്നു കാണത്തില്ല, പക്ഷെ അയാളും ഉത്തരവാദിയാണ്. അയാളും ഈ നിയമപ്രകാരം ഈ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കൂ. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയോ പങ്കിട്ട ഉദ്ദേശമോ ഇതിനാവശ്യമാണ്. ഒരാൾ മാത്രം കുറ്റകൃത്യം നടത്തിയാലും ഒരേ ഉദ്ദേശത്തോടെ പങ്കെടുത്ത എല്ലാവർക്കും തുല്യ ബാധ്യതയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്ന സാരം. ഓക്കെ, അതായത് ഇവിടെ ഒരു പ്ലാൻ ചെയ്യുന്നു, ഇപ്പം ഒരു 4-5 പേര് ഇപ്പം ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ കുറ്റകൃത്യം ചെയ്യാൻ പോകുമ്പോഴാണ് അയാൾക്കൊന്നും തോന്നാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയല്ല, ഒരു 4-5 പേര് ഒരുമിച്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു
പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട്. സോ അങ്ങനെ പ്ലാനിങ് നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോരുത്തരും ഒരാൾ മാത്രം കുറ്റകൃത്യം നടത്തിയാലും, ഈ 4 പേരിൽ ഒരാൾ മാത്രമേ കുറ്റകൃത്യം നടത്തിയുള്ളൂ, ബാക്കി 3 പേരും കണ്ടുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ ഈ പ്ലാൻ നടക്കുമെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇവര് അതിനെക്കുറിച്ചൊന്നും ചെയ്തതോ പറഞ്ഞതോ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ നടന്നാൽ പോലും ഒരാൾ മാത്രം കുറ്റകൃത്യം നടത്താലും ഒരേ ഉദ്ദേശത്തോടെ പങ്കെടുത്ത എല്ലാവരും, കാരണം ഇവിടെ പ്ലാനിങ് നടത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നു? 4 പേരും ഉണ്ടായിരുന്നു. സോ ആ 4 പേർക്കും എന്തുണ്ട്? തുല്യ ബാധ്യതയുണ്ട്. അതാണ് സെക്ഷൻ 3 5ാമത്തെ ക്ലോസിൽ പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ടുള്ള കാര്യമാണെന്ന് ഓർത്തിരിക്കാം. 3 5ാമത്തെ ക്ലോസിൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഇന്റൻഷൻ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, അവർക്ക് എല്ലാവർക്കും തുല്യ ബാധ്യതയുണ്ട്. എന്ത് പങ്കെടുത്താലും ഇല്ലെങ്കിലും, ഓക്കെ, ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും തുല്യ ബാധ്യതയുണ്ട്. ആ പ്ലാനിങ്ങിൽ അവരുണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് പറഞ്ഞത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ അത്രയും പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ശിക്ഷകളിലേക്ക് പോവുകയാണ്. സെക്ഷൻ 4 ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ, സെക്ഷൻ 4 ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുകയാണ്. യഥാർത്ഥത്തിൽ IPC നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് 5 തരത്തിലുള്ള ശിക്ഷകളായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ഏതൊക്കെ ശിക്ഷകളായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, മരണശിക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വധശിക്ഷ ഉണ്ടല്ലോ, മരണശിക്ഷ ഉണ്ടായിരുന്നു, ആജീവനാന്ത തടവുണ്ടായിരുന്നു, തടവുണ്ടായിരുന്നു, സ്വത്ത് കണ്ടുകെട്ടൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പിഴയും ഉണ്ടായിരുന്നു. ഇത്രയുമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നമ്മുടെ IPCയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ BNSലേക്ക് വരുമ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു ശിക്ഷ കൂടി ആഡ് ആക്കുകയാണ്. ഏത് ശിക്ഷയാണ്? സാമൂഹിക സേവനം, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷ കൂടി എന്ത് ചെയ്യുന്നു? അവിടെ പുതിയതായിട്ട് BNSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിൽ വിവിധ തരത്തിലുള്ള ശിക്ഷകൾ. ഒന്നാമത്തെ ശിക്ഷയാണ് മരണശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ എന്ന് നമ്മൾ പറയും അല്ലേ. എന്താണ്? ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു മരണശിക്ഷ കൊടുക്കുന്നത്. അതായത് കൊലപാതകമോ രാജ്യദ്രോഹമോ ഭീകരവാദമോ ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് എന്ത് കൊടുക്കുന്നത്? മരണശിക്ഷ. ഈ നിയമപ്രകാരം മരണശിക്ഷ കൊടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ആജീവനാന്ത തടവ്. തടവ് ശിക്ഷയും കഠിന തടവും ആജീവനാന്ത തടവും രണ്ടാണ്. ഓക്കെ, ആജീവനാന്ത തടവ് എന്ന് കണ്ടാലാണ് അതിനർത്ഥം എന്താണ്? ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ട ശിക്ഷ. അതാണ് ആജീവനാന്ത തടവ്. ചില വിധികളിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ആജീവനാന്ത തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിട്ടില്ലേ? അതെന്താണ്? ആ ജീവിതകാലം മുഴുവൻ അയാൾ മരിക്കുന്നത് വരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ജയിലിൽ കഴിയേണ്ടതായിട്ട് വരും. ആ ഒരു ഇതാണ് ആജീവനാന്ത തടവെന്ന് പറയുന്നത്. ഇനി തടവ് ശിക്ഷയുണ്ട്. തടവ് ശിക്ഷ കഠിന തടവ് ശിക്ഷയുമുണ്ട്, ലളിതമായ തടവ് ശിക്ഷയുമുണ്ട്. എന്താണ് കഠിനമായ തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ? കഠിന ജോലി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ജയിൽവാസമായിരിക്കും എന്തെന്ന് പറയുന്നത്? കഠിനമായ തടവെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കഠിനമായ തടവെന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജയിൽവാസത്തിനെയാണ് കഠിനമായ തടവെന്ന് പറയുന്നത്. ഇനി ലളിതമായ തടവെന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ഇല്ലാതെയുള്ള സാധാരണ തടവുണ്ടാകും, അതാണ് എന്ത്? ലളിതമായ തടവ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോസസ്സാണ് സ്വത്ത് കണ്ടുകെട്ടൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ച സ്വത്തുകൾ എന്ത് ചെയ്യും? സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഓക്കെ, അതിനെയാണ് സ്വത്ത് കണ്ടുകെട്ടൽ എന്ന് പറയുന്നത്. കുറ്റവാളിയുടെ സ്വത്ത് സർക്കാരിലേക്ക് പിടിച്ചെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വത്ത് കണ്ടുകെട്ടൽ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി IPCയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് പിഴ. പിഴ എല്ലാവർക്കും അറിയാം. സാധാരണ രീതിയിൽ എന്താണ് തടവ് ശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെടുമ്പോൾ അതിന്റെ കൂടെ തന്നെ പിഴ ശിക്ഷയും കൊടുക്കാറുണ്ട് അല്ലെ. പണമായുള്ള ശിക്ഷ എന്ന് നമുക്ക് പറയാം, പലപ്പോഴും തടവിനൊപ്പം നൽകപ്പെടുന്നു എന്ത്? പിഴ ശിക്ഷ. ഇത്രയുമായിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു ശിക്ഷ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതെന്താണ്? സാമൂഹിക സേവനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും, ഒരു വ്ളോഗർ എന്താണ് കാറിനകത്ത് എന്തോ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ചെയ്യുകയും അത് പിന്നീട് അവിടെ റോഡിൽ കൊണ്ടുപോയി എന്ന് പൊട്ടിച്ച് വെള്ളമൊക്കെ പോയോ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതിനെതിരെ കേസ് പോവുകയും എന്താണ് പോലീസ് സ്വമേധയാ കേസ് എടുത്ത് അയാൾക്ക് അവസാനം ശിക്ഷ കിട്ടിയത് എന്തായിരുന്നു? സാമൂഹിക സേവനമായിരുന്നു. കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനുള്ള ആ ഒരു ശിക്ഷയായിരുന്നു അയാൾക്ക് കിട്ടിയിരുന്നത്. അതും അയാൾ വ്ലോഗൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ആ ഒരു ഇതിനെയാണ് സാമൂഹിക സേവനം എന്ന് പറയുന്നത്. നിസ്സാരമായ കുറ്റകൃത്യങ്ങൾക്ക് പൊതുജനത്തിനായിട്ട് സൗജന്യം
മായി ജോലി ചെയ്യുന്ന ശിക്ഷയാണ്. പൊതുജനത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? സൗജന്യമായിട്ട് ജോലി ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് സാമൂഹിക സേവനം അഥവാ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയും തരത്തിലുള്ള ശിക്ഷകളാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സാമൂഹിക സേവനം പുതിയതായിട്ട് വന്നതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് വേണം ഇനി ക്ലാസ് തരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പം മാക്സിമം BNS-ലെ ആ ഇത്രയും സെക്ഷൻസ് നിങ്ങൾ പഠിച്ച് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്ക് ആ സെക്ഷൻസ് ഒന്ന് പെട്ടെന്ന് ആലോചിച്ചെടുത്താലോ? നോക്കൂ, 2-3 തന്നെ ഒന്ന് പറയണേ. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞു വരണേ. 2-3 എന്തായിരുന്നു മക്കളെ? ചൈൽഡിന്റെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലെ? ചൈൽഡ്. 2-4 എന്തായിരുന്നു? കൗണ്ടർ ഫീറ്റ് ആയിരുന്നു. കൗണ്ടർ ഫീറ്റ് ആയിരുന്നു, വ്യാജം അല്ലേ? ആ ഒരു കൗണ്ടർ ഫീറ്റ് ആയിരുന്നു എവിടെ കൊടുത്തിരുന്നത്? 2-4 കൊടുത്തിരുന്നത്. അതിനുശേഷം 2-8 ആയിരുന്നു, എന്തായിരുന്നു? ഡോക്യുമെന്റ് ആയിരുന്നു അല്ലെ? അതിനുശേഷം 2-13 ആയിരുന്നു. 2-13 എന്തായിരുന്നു? ഹാർബർ ആയിരുന്നു അല്ലെ? ഹാർബർ ആയിരുന്നു. ആൻഡ് 2-14 എന്തായിരുന്നു മക്കളെ? 2-14 ഇഞ്ചുറി ആയിരുന്നു അല്ലെ? ഇഞ്ചുറി ആയിരുന്നു 2-14 ഉണ്ടായിരുന്നത്. ആൻഡ് 2-28 എന്താ മക്കളെ? 2-28 പബ്ലിക് സർവൻസിനെ പറ്റി പറയുന്നത്. 3-5 എന്തായിരുന്നു മക്കളെ? 3-5 ഒരു കൂട്ടം ആൾക്കാർ ഒരേ ഇന്റൻഷനോട് കൂടി എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ഓരോരുത്തരും അതിന് ഉത്തരവാദികളായിരിക്കും, അതിന് ഒരു ഇതുണ്ടായിരിക്കും എന്ന് പറയുന്നതാണ് 3-5 എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷൻ 4 ഇതിനുള്ള ശിക്ഷകളെ പറ്റി പറയുന്നത്. സെക്ഷൻ 4 എന്ത് പറയുന്നു? ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 4. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ആ ഒരു ആത്മവിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്.